ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തൊടിയിൽ. അപ്പോൾ അതിൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും പൊന്നൂസും കൂടി അതൊക്കെ ഒന്ന് പറിച്ച് കളയാൻ പോകാം. അപ്പോൾ അത് കാണാം. ഞാൻ വിചാരിച്ചത് എന്റെ മേലെ കെട്ടാം. ഓടി വരുന്നുണ്ട് ശ്രദ്ധിക്ക്. അമ്മിണീനെ കെട്ടാനുള്ള പാട് ഇതാണ്. പക്ഷെ അത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകട്ടോ, പുല്ല് കഴിക്കാനായിട്ട് മാത്രം കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ. അപ്പം അമ്മക്ക് കെട്ടാൻ അധികം പറ്റൂല. അപ്പം ദൂരെ എന്താണ് മേലെ കെട്ടാന്നാട്ടോ വിചാരിച്ചിരിക്കണേ. അപ്പം നമ്മളെ പയറിൻ്റെയും ഇതൊക്കെ കാണിച്ചു തരാം. ഇതിൽ കൂടി പോകാൻ പറ്റുമോ? മേലക്കൂടി പോകാലോ. ഇവിടെ കുറച്ച് പയറുണ്ട്. ഇത് ഇവിടെ കുറച്ചുണ്ട് കേട്ടോ. അതാ ഇവിടെ ആദ്യം നമുക്ക് മേലത്തെ ശരിയാക്കാം. മേലത്തെ ആദ്യം ശരിയാക്കാം, എന്നിട്ട് നമുക്ക് താഴത്തെ ഇതാക്കാം. അമ്മിനെ പേടിക്കും. അമ്മണി ഞാൻ കെട്ടിണ്ടു. അമ്മണി കുറെ ഓടാൻ നോക്കി. വെള്ളരിയൊക്കെ വള്ളിയായി. ഈ വെള്ളരിയൊക്കെ വള്ളിയായിട്ടുണ്ട് പറയാം. അവിടെയും കുറെ പയറും വഴുതനൊക്കെ നന്നായിട്ട് പിടിച്ചത്. ചീരത്തയ്യൊന്നും അങ്ങനെ ഉണ്ടാവണില്ല. ചാക്കോ അതോ ഞാൻ എടുത്തിട്ട് വരാട്ടോ. പോവാൻ കഴിയല്ലോ. ഞാനേ ഇതിൽ കൂടി പോവേ. ഒരു കുഴപ്പമില്ല. സംശയമുള്ളൂ പോലുണ്ടായി. ഇവിടെ വരലേട്ടോ. ഇത് മത്തനല്ലേ? ഇതേതാ അമ്മ? അത് ഇതെന്താ? ഇതേതാ? ചോളോ? ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇത് വെണ്ടത്തയ്യുണ്ട്. ഇത് വെണ്ടത്തയ്യ് ഉണ്ടോ? കാല് ഇത് വെണ്ടത്തയ്യ് നിറയെ പുല്ല്. എത്ര വേഗം! ഒരു 4-5 ദിവസം മുന്നേ ഫുള്ള് പറിച്ചതാട്ടോ. തൊടിയിൽ വെച്ചാൽ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒപ്പം പുല്ലും വളരും. ഇത് പുല്ലല്ലേ? ഗ്രോ ബാഗിൽ. അപ്പം 2 ദിവസം ഉണ്ടായിരുന്നില്ല അവിടെ. 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോത്തിന് 2 ദിവസം പോയപ്പോഴതാ കുറേ ആയിട്ടോ. ചീരൊക്കെ ഉണ്ട്. പുല്ല് പറിച്ച് കളയട്ടെ വെച്ചിട്ട് അങ്ങനത്തെ കൊറേ കൃഷികൾ പണ്ട് കൊറേ ചെയ്യുന്നു. കൂണ് വരെ ചെയ്തിരുന്നു. ഇപ്പൊ ചെയ്തിട്ട് ചെയ്യാൻ നിർത്തിയല്ലേ. എവിടെ പോയാലും പുല്ലേ പുല്ലേ പുല്ല്. നമുക്ക് പയറിനൊക്കെ ഇത് കുത്തി ഇത് ഞാൻ മാറ്റണം. ഞാൻ പാറപ്പുറത്തൊന്ന് പോകാം. പാല് കുടിച്ചമ്മ കുടിച്ചിട്ടുണ്ടാവും.
നമുക്ക് ഇങ്ങനത്തെ പൂവ് കണ്ടിട്ടുണ്ട്. കാട്ടുപൂ കേട്ടോ ഇത്. ഇത് അവിടെ കൊറേ ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെ കൊറേ ഇതിങ്ങനെ വളർന്നോണ്ടേയിരിക്കും. അമ്മതാ വെട്ടണോ? അമ്മേനെ പുല്ലെന്നാണ്. അവിടെ നിന്നോ അവിടെ നിന്നോ. ഉള്ളിക്കാരനുണ്ടോ നിങ്ങള്? എന്താടാ എത്ര എന്ന് പറഞ്ഞു? എന്താ മറ്റേ എന്താണ് എന്താ സുന്ദര? എന്താണ് എന്തിനാ കരയണേ? എന്തിനാ കരയണത്? എന്താ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടാ? നമ്മളെ കുട്ടുവാവന്റെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടാ? നമ്മളെ കുട്ടുവാവക്ക് എന്താണ് അല്ലേ? കുട്ടുവാവെ നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ, ഇതാരോക്കടാ, ഇതാരോക്കടാ, കുട്ടുവാവ നോക്കടാ. ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇതാ ഇവിടെ വാ. ഇതാ അന്നെ നോക്കി നോക്കാം. ഓനോനെ ഉമ്മാനെ വിളിക്ക, ഉമ്മാനെ വിളിക്കണേ. അതാ അത് താത്താനെ വിളിക്കണു, ഉമ്മാനെ വിളിക്കണു. പോണ്ട്, താത്താനെ നോക്കി പോണ്ട്. പറ്റൂലടാ. ഇനി നമുക്കേ അങ്ങനെ കൊറേയൊക്കെ ചെയ്തു അല്ലേ? ഇനി പശുക്കളൊക്കെ കെട്ടട്ടെ. ഓർക്കാപ്പുളി എത്രയായി കേട്ടോ? ഫുള്ള് വീണ് പോയണു, കൊഴിഞ്ഞു പോയി. ഞാൻ 2 ദിവസമായിട്ട് ഇങ്ങോട്ട് വരാതെ ഇപ്പൊ അതിന് ഫുള്ള് കൊഴിഞ്ഞു പോയി. അയ്യടോ, ഇനി എന്താ ചെയ്യാ? ആ ബക്കറ്റ് അതിലെന്താണ്? അതാ അല്ല അവിടെ അതാ ബക്കറ്റ് വീണ് പോയട്ടോ. അപ്പൊ നമ്മള് പൊട്ടിക്കണം. അതാ താഴെക്കിടല്ലേ തൊടുമ്പോഴും. കഴിഞ്ഞ വർഷത്തെ ഉപ്പിലിട്ടൊക്കെ ഉണ്ടേ. അത് ഒക്കെ ചാടിയണ്ണു. 2 ദിവസം നോക്കായിരുന്നു. അപ്പത്തിന് ഒക്കെ വീണ് പോയിട്ടോ. മേലത്തൊന്നും കിട്ടൂല. ഞാൻ പറിക്കാലോ. തോട്ടിയുണ്ടല്ലേ അതിനിപ്പോ അത് ചതയപ്പോ ഇങ്ങനെ വീണ് പോയത്. പൊന്നിസ് പൊട്ടിക്കുന്നത് ഇപ്പൊ വിടാട്ടാ. ഇപ്പൊ കൊണ്ടുവരാം എൻ്റെ മമ്മീനെ. ഇപ്പൊ കൊണ്ടാടാ. ഇതൊന്ന് പൊട്ടിക്കട്ടെ, കുറച്ചെങ്കിലും പൊട്ടിച്ചെടുക്കട്ടെ. ബാക്കി തോട്ടിയോണ്ട് ഞാൻ പൊട്ടിക്കേ മതി. ഇപ്പൊ എത്ര ഉറക്കാപ്പുളി കിട്ടി? കണ്ടോ, എത്ര ഉറക്കം, ഇത്രയും കിട്ടി. ഇനി എത്രയോ മരത്തിന്റെ മുകളിൽ നമുക്ക് സംഭവം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഉണ്ട്. ഇനിയുണ്ട് ഇഷ്ടം പോലെ. കുറേ വീണ് പോയെണ്ണ. അപ്പൊ കുട്ടുവാവേ ബായ്. നിന്റെ മമ്മീനെ കൊണ്ടട്ടെ കേട്ടോ, അമ്മിനെ കൊണ്ടട്ടെ. ഇവിടെ കുറേ വൈക്കോല് പരത്തിട്ടു ഒക്കെ ചാക്കിൽ കാക്കണം. വായ പൊന്നൂസേ വാ. അപ്പൊ ഇന്നത്തെ തൊടിയത്തെ പണികളൊക്കെ നിർത്തി. ഇനി ഇവരൊക്കെ കൂട്ടിക്കാക്കലോ. ഓക്കെ ബായ് പറഞ്ഞ.